ഹലോ മോട്ടു, എവിടെയാ ഇപ്പൊ ഉള്ളത്? ചായയും സമോസയൊക്കെ തയ്യാറായിരിക്കുക. നിന്റെ ഒരു കുറവേ ഇവിടെ ഉള്ളൂ. വായോ. ഇപ്പൊ വന്നേക്കാൻ ചായക്കട ചേട്ടാ. വേഗം വായോ. ഗ്ലാമർ വെച്ച ചായക്കടക്കര ചേട്ടാ, ശരിക്കെന്റെ പ്രൊട്ടക്ഷൻ മണി ഇങ്ങിട്ടോ. എന്തേ? എന്തിന്റെ പ്രൊട്ടക്ഷൻ മണി? എടാ ഭൂലോക വെഡ്ഡി കൂശ്മാണ്ട, മോഡേൺ സിറ്റിയിൽ ഇഷ്ടം പോലെ ഗുണ്ടകളുണ്ട്. ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ നോട്ടം നിന്റെ പുറത്ത് വീണാലുണ്ടല്ലോ, അപ്പൊ പിന്നെ ആലോചിച്ച് നോക്ക് നിന്റെ ഗതികേട്. ഗുണ്ടയോ? എവിടെയാ ഗുണ്ട? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എടോ ചായക്കാരൻ വിടി, മോഡേൺ സിറ്റിയുടെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുണ്ട നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാനാണെടോ. കോപ്പടി ഭായ്. എന്ത് എടോ, ഞായർ തിങ്കൾ ശരി എല്ലാരും വന്ന് ഇവനൊന്ന് പറഞ്ഞു കൊടുത്ത്. നിങ്ങൾ ചെയ്ത് ശരിയില്ല കേട്ടോ, ഞാൻ പൈസ ഒന്നും തരില്ല. ആടോ, എന്തിനാടോ താൻ തന്റെ ലൈഫിന്റെ വെളിച്ചെപ്പി ഇരുട്ടിലാക്കാൻ ആഗ്രഹിക്കണേ? എന്നാ ശരി ചേട്ടന്മാരെ, ഇങ്ങനെ ഒന്ന് തിരുമ്പി ഒന്ന് മനസ്സിലാക്കി കൊടുത്തേ. അനങ്ങി പോവരുത്. ആരെങ്കിലും എന്റെ ചായക്കട ചേട്ടനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഏയ് വിട്ടേക്ക് വിട്ടേക്ക്, കോപ്പടി വായ പറഞ്ഞേക്കുന്നത്. വിട്ടേക്ക്. സ്ട്രെച്ചർ എടുത്തോണ്ട് വാടാ പെട്ടെന്ന്, വേഗം. ഏയ് ഇത് കണ്ടോ കളി? കോപ്പടി ഭായ് എങ്ങനെയാണ് മോട്ടിനെ അടിച്ചോടിക്കാൻ പോണെന്ന്. ഇതെന്താ കോപ്പടി ഭായ്, ഇതെന്തായി കാണിക്കുന്നേ? അതെ, നിനക്ക് മോട്ടൂരെ ശരിക്കും അറിയാൻ മേലാത്തോണ്ടാ. പുള്ളി എണ്ണുന്നത് കുറവും അടിക്കുന്നത് കൂടുതലുമാണ്. അടി കൊണ്ട് കഴിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ പോണല്ലോ അല്ല അടി കൊള്ളുന്നതിന് മുമ്പ് സ്ട്രെച്ചറിൽ പോണത്. നിനക്ക് പറയണ മനസ്സിലാവുണ്ടോ? വേഗം എടുക്കണോ, വേഗം എടുക്ക്. പറഞ്ഞത്. താങ്ക് യു മോട്ടു, നീ ആനെ രക്ഷിച്ചത്. ഇനി അവന്മാരെങ്ങാനും വന്നാൽ ഒരു ഫോൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് മോഡേൺ സിറ്റി വരെ പോയി ഒന്ന് കറങ്ങി വെച്ച് വരാം കേട്ടോ. അതെ, നമുക്ക് ഇവന്മാരോട് ശരിക്കും പകരം വീട്ടിയേ പറ്റൂ. തോക്ക് വടിവാളെല്ലാം കൊണ്ടുവരട്ടെ ബോസ്. എന്തു കൊണ്ടത്രാടാ പറയണേ? തോക്ക് കൊണ്ടൊന്നുമല്ല, ആരോഗ്യവും ബുദ്ധിയും കൊണ്ടാ ഞാൻ നേരിടാൻ പോകുന്നേ. നീ കണ്ടോ? കൊള്ളാം, എന്തൊരു കാഴ്ചയാണിത്. അതിമനോഹരമായ സ്ഥലമല്ലേ? പൊളിച്ചെടുത്തല്ലോ. ഇത് ചോർ മാർക്കറ്റ് അല്ലേ? ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുണ്ടോ? അല്ല ചേട്ടന്മാരെ, അത്ഭുതം തന്നെ. നിങ്ങളുടെ ഈ വീലില്ലാത്ത വണ്ടി എങ്ങനെ ഇത്ര ദൂരം ഓടിച്ചോണ്ട് വന്നേ? വീലില്ലെന്നോ? അല്ല, നമ്മുടെ വീൽ ആരാ അടിച്ചു മാറ്റി കൊണ്ടുപോയത്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വലിയ കാറൊന്ന് 2 ടയർ അടിച്ചു മാറ്റുന്നത് ആദ്യമായിട്ടാ കാണുന്നേ. എന്റെ ചേട്ടാ, അകത്തൊരു കടയുണ്ട്. എല്ലാ തരത്തിലുള്ള വീലുകളും അവിടെ കിട്ടും, അതും വളരെ വിലക്കുറവില്. വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം. ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്നാ നമുക്ക് പോകാം. അല്ല, എന്തിട്ടാ വേണ്ട ചേട്ടന്മാരെ? ഞങ്ങളുടെ കാറിന് ഒരു വീല് തരുവോ? ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അല്ല, ഈ കള്ളന്മാരുടെ കാരണം കൊണ്ടാണ് ഈ മാർക്കറ്റിന്റെ പേരെ മോശമായിരിക്കണേ. എടാ, ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ചേട്ടന് ഒരു കാറിന്റെ വീൽ അങ്ങോട്ട് കൊടുക്ക്. എങ്കി ഇങ്ങാ പിടിച്ചേ നിങ്ങളുടെ കാറിന്റെ പുതിയ വീല്. വില വെറും 100 രൂപ. ഈ മാർക്കറ്റിൽ എല്ലാ സാധനത്തിനും വില കുറവാണല്ലോ. താങ്ക് യു ചേട്ടാ. ബൈ ബൈ. ഇത് കൊള്ളാലോ. കഴിഞ്ഞു, ടയർ ഫിക്സ് ആക്കി. ഓ എന്റെ ഹത്തിപ്പാറ അമ്മച്ചേതാ നോക്ക്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആരാടാ ഇതൊക്കെ മോഷ്ടിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വാടാ. എന്റെ മോട്ടോ ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരു പ്രയോജനമില്ല. വാ, 3 ടയറല്ലേ പോയത്? വെറും 300 രൂപയുടെ കാര്യല്ലേ ഉള്ളൂ. വരൂ. എന്റെ പൊന്നു ചേട്ടാ,
ഞങ്ങളുടെ കാറിന്റെ എല്ലാ ടയറും ആരോ മോഷ്ടിച്ചോണ്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ടയർ വേണം. അല്ല, ഈ കള്ളന്മാര് കാരണമാണ് മോഡേൺ സിറ്റിയുടെ പേര് മോശമായിരിക്കണ. എനിക്ക് ഇമ്മാതിരി ബിസിനസ് ശരിയാവില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് അങ്ങോട്ട് പോവുക. എന്റെ പൊന്നു ചേട്ടാ. അതെ അതെ, ടയർ തന്നിട്ട് പോകണം. അത് കിട്ടും, പക്ഷെ ആദ്യം എനിക്ക് 10,000 രൂപ വേണം. 10,000 രൂപയോ? പക്ഷെ 10,000 രൂപയില് കാറിന്റെ ബോഡിയും ഫ്രീ ആയിട്ട് തരൂല്ലേ? പൊളിക്കടുത്തല്ലോ. പക്ഷെ ഞങ്ങള് കാറിന്റെ ബോഡി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല, എടുത്തോണ്ട് പോയി ചേട്ടാ. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ? ഈ ഓഫർ ആണെങ്കിൽ 5 സെക്കൻഡേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഞാൻ കട ക്ലോസ് ചെയ്ത് അങ്ങോട്ട് പൊക്കളയും. ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. ശരി, തന്നേക്കൂ രണ്ടും. നമ്മുടെ കാറിന്റെ ബോഡിയും പോയി കേട്ടോ. എന്തായാലും നന്നായി പത്തലു, നമ്മള് കാറിന്റെ ബോഡിയും മേടിച്ചോണ്ട് വന്നല്ലോ. മോട്ടു, എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് കള്ളന്മാരുണ്ടെന്നാ. അവന്മാരതൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നേ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊക്കെ എടുത്തോണ്ട് ഇവിടുന്ന് പോകാം. ശരിയാ പറഞ്ഞത് പത്തലു, വേഗം വരൂ. എനിക്കാണെങ്കിൽ വല്ലാണ്ട് വിശക്കുന്നു. വരൂ. കഴിഞ്ഞു. ഓർഡർ പ്ലീസ്. ഞങ്ങൾക്കൊരു 4 പ്ലേറ്റ് ബിരിയാണി വേണം. പ്ലീസ് വേഗം എടുത്തോണ്ട് വാ. ദേ കൊണ്ടുവന്നു സാർ. എങ്കിൽ നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്താലോ? വേണ്ട 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 വേണ്ട, ഇവിടെ ചിക്കൻ അല്ല കാക്കയുടെ ഇറച്ചിയാ കിട്ടുന്നേ. ഇവിടുത്തെ ബിരിയാണി ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാത്തതാ. അതിന്റെ പേര് തന്നെ കാക്ക ബിരിയാണി എന്നാ. പൊളിക്കടുത്തല്ലോ. അല്ല ചേട്ടാ, ഇവിടെ കാക്കേനെ കൊണ്ടാണ് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്? അതെ ചേട്ടാ, അത് തന്നെ ഞാൻ നിങ്ങക്ക് തന്നെ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? മാറ്, മാറ് നിക്ക്. കണ്ടോടാ പിള്ളേരെ, കോപ്പിളിയുടെ തലേന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ബാക്കിയുള്ളവരുടെ തല വർക്ക് ചെയ്യണ കാര്യങ്ങൾ നിൽക്കും. എന്തേ? എങ്കി വാ, നമുക്ക് പോയേക്കാം ഇവിടുന്ന്. നാണമില്ലടോ തനിക്ക്? കാക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് പോരാ, എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അത് തുറന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് പോയി പറയണേ? ഞാൻ കാക്ക ഉപയോഗിച്ച് ബിരിയാണി ചെയ്യുന്നല്ല പറയണേ. ഇതെന്റെ കടയുടെ പേരല്ലേ. ഇതൊരു പഴയ കഥയല്ലേ. ഒരു പ്രാവശ്യം ഒരു കാക്കയുടെ തല വന്നിരുന്നു. അതിനെ ഞാൻ ഓടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു അതിനെ ഓടിക്കരുതെന്ന്. അത് വളരെ ലക്കിയാണ്. അത് പിന്നെ എന്റെ ബിസിനസ് ഒക്കെ പറമറക്കുകയല്ലായിരുന്നോ? അത് പിന്നെ ഒരു കാക്കരെ പോലും ഞാൻ ഓടിച്ചു വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ഹോട്ടലിലെ എല്ലാ ഡിഷിന്റെയും പേര് കാക്ക ബിരിയാണി, കാക്ക തന്തൂരി, കാക്ക മട്ടൻ എന്നൊക്കെ വെച്ചു. അപ്പൊ അതാണോ കാര്യം? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ബിരിയാണി എവിടെ പോയി? അത് നിങ്ങൾ ചിലപ്പോ തിന്നിട്ടുണ്ടാവും. ഇല്ല ഇല്ല, ഞങ്ങളെല്ലാരും മോൻ കഴുകാൻ അങ്ങോട്ട് പോയതാ. അത് കോപ്പിടി ബായി ആയിരുന്നു. നിങ്ങളുടെ ആഹാരം അയാൾ കഴിച്ചേച്ചും പോയി. ഓ, അപ്പൊ ഇത് കോപ്പിടിയുടെ പണിയാണ്. അവിടുന്ന് നമ്മുടെ ടയർ മുഴുവനും മോഷ്ടിച്ചെടുത്തു. ഇപ്പൊ ദേ ഇവിടെയും വന്നു. നമ്മള് ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇനി എന്താ ചെയ്യാ? നീ എന്തെങ്കിലും ഒന്ന് വേഗം ആലോചിക്കൂ. ഐഡിയ. അതെ, ഇന്ന് ഭയങ്കര രസമായിരുന്നല്ലേ? ആ മോട്ടു പത്രുടെ നല്ലൊരു പാടല്ല പഠിപ്പിച്ച നമ്മള്. ഓ കോച്ചി, ഹുർദാർ, വല്ല വല്ല. നിങ്ങൾ നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. അല്ല, എന്ത് ഡ്രസ്സിനെ പറ്റിയാ പറയണേ? നിങ്ങൾ ഇട്ടിരിക്കുന്ന പോലെയുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? ഞങ്ങളെല്ലാവരും ഒരു പാർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഡ്രസ്സാണ് അതിന് കൊള്ളത്തുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ് ഒന്ന് തരുവോ? ഹോയ്. അല്ല, ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ എങ്ങനെ ഇപ്പൊ തരിക? ഓ അല്ല, ഞാൻ നിനക്ക് ഒരു ഡ്രസ്സിന് 2000 രൂപ വെച്ച് തരാം. അപ്പൊ 4 ഡ്രസ്സിന് നിനക്ക് 10,000 രൂപ കിട്ടുവടേ. അല്ല, 4 പേർക്ക് എങ്ങനെയാ 10,000 രൂപ ആവണേ? ടോട്ടൽ 8,000 രൂപയല്ലേ ആവുള്ളൂ. പക്ഷെ 10,000 ഓക്കെയാണ്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇന്ന് നമ്മുടെ ദിവസം കൊള്ളാട്ടോ. ഓ അല്ല, വേഗം നിങ്ങൾ ആ ഭിത്തിയുടെ പുറകെ പോയി നിന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് തരൂ. എന്നിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ മേടിച്ചോളൂ. എങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ തുണി ഇങ്ങോട്ട് അഴിച്ചതാ.
ഏയ് നിക്ക് വെയിറ്റ്. പണക്കാരനായിട്ട് ഇങ്ങനെ മോഷ്ടിക്കാണോ ചെയ്യണേ? അതെ കള്ളൻ, അതെ കള്ളൻ, കള്ളൻ, കള്ളൻ. ഓ ഫല്ല നിങ്ങളുടെ ഈ അണ്ടർവെയർ ഒക്കെ തരുവാണെങ്കിൽ പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ എണ്ണക്കിണർ തരാം. അല്ല കോപ്പടി ചേട്ടാ, എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോ ഭയങ്കര പ്രശ്നമായിട്ടാ തോന്നണേ. അതെ എനിക്കും. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതെ ഇതൊരു ഷേക്കിംഗ് കേക്ക് ഒന്നുമല്ല, ഇത് നമ്മുടെ മോട്ടു തന്നെയാ. ഇവന്മാർക്ക് മനസ്സിലായിരിക്കുന്നു. ഇവന്മാര് നമ്മളെ വിഡ്ഢികളാക്കിയതാ. എങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ ഇവന്മാർ ഇനി അടിച്ചു മാറ്റും വേറെയൊക്കെ. ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.